ജസ്റ്റ് ഒരു ഫുഡ് ഡെലിവറി ബോയ് ആയ എനിക്ക് ഇന്നൊരു 3 വണ്ടികൾ സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് സ്വന്തമാക്കാം. ഇതെന്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദി മെസ്സേജ് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. ഫോട്ടോഗ്രാഫി കരിയർ എങ്ങനെ UAE സ്റ്റാർട്ട് ചെയ്യാം, ബ്രോ അസിസ്റ്റൻസിനെ എടുക്കുന്നുണ്ടോ, എഡിറ്റേഴ്സിനെ എടുക്കുന്നുണ്ടോ. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ദുബായ് മാർക്കറ്റ് ആസ് ഓഫ് ദി കറന്റ് സിറ്റുവേഷൻ കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു മാർക്കറ്റാണ്. നെക്സ്റ്റ് അസിസ്റ്റൻസിനെ ഹയർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇവിടെ എല്ലാവരും ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുപോയിട്ട് ചെയ്യാനായിട്ടുള്ള അത്രയധികം വെഡിങ്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. എനിക്കറിയാവുന്ന ഒരു 95% ഫോട്ടോഗ്രാഫേഴ്സും അവർ തന്നെയാണ് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഈവൻ അവർ തന്നെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. ഈ മെസ്സേജ് ഉണ്ടോ, നാട്ടിൽ നിന്ന് ഒരു ബ്രോ അയച്ച മെസ്സേജാണ്. 6000 രൂപയ്ക്ക് വർക്ക് എടുത്തിട്ട് 3000 രൂപയ്ക്ക് ക്യാമറ റെന്റ് എടുത്ത് ബാക്കി 3000 രൂപയ്ക്ക് വർക്ക് എടുത്ത് ചെയ്തു. എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പം ഇവിടെ ആണെങ്കിലും ശരി നാട്ടിലാണെങ്കിലും ശരി, നമ്മളൊരു ക്ലയന്റിന് ഒരു കൊട്ടേഷൻ കൊടുക്കുക, 1000 ദിർഹംസിന് ഒരു കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചില ക്ലയൻസ് നമ്മളോട് പറയും 150 ദിർഹംസിന് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പ്രൊഫഷനാണ് നശിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ പോയിട്ട് 6000 രൂപയ്ക്ക് ഒരു വർക്ക് എടുത്തിട്ട് 3000 രൂപയ്ക്ക് ക്യാമറ റെന്റ് എടുത്ത് ചെയ്തു. നാളെ നിങ്ങളത് ചെയ്ത് അത് രക്ഷപ്പെടും. നിങ്ങളുടെ ബാക്കിൽ നിന്ന് വരുന്നവരും ഇത് കണ്ടാണ് വരുന്നത്. നാളെ നിങ്ങൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്യാമറ വാങ്ങും. ഇപ്പോൾ അറിയാലോ ഒരു ക്യാമറയുടെ റേറ്റ് ഒക്കെ എത്ര. ആ ക്യാമറ സ്വന്തമായിട്ട് നിങ്ങൾ വാങ്ങി അതിനൊരു EMI അടയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കിൽ നിന്ന് വരുന്നവരും ഈ ഒരു പരിപാടി കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ദുബൈയിൽ ഇപ്പം നമ്മൾ 1000 ദിർഹംസിന് ഒരു വർക്ക് എടുക്കുമ്പോൾ 150 ദിർഹംസിന് ചെയ്യാൻ ആളുണ്ടല്ലോ എന്ന് ക്ലയൻസ് ഇങ്ങോട്ട് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളൊരു 35,000 ദിർഹംസ് അല്ലെങ്കിൽ 40,000 ദിർഹംസ് മുടക്കി നമ്മൾ ഗാഡ്ജറ്റ്സ് സോഫ്റ്റ്വെയർസ് കാര്യങ്ങളെല്ലാം വാങ്ങി നമ്മൾ ഈ 150 ദിർഹംസിന് വർക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്കത് മുതലാകും. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പ്രൊഫഷൻ നശിപ്പിക്കരുത്. ഫോട്ടോഗ്രാഫി കരിയർ ഫുൾ ടൈം ആയിട്ട് ദുബൈയിൽ എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് ഞാൻ അങ്ങനെ ഫോട്ടോഗ്രാഫി കരിയർ ഫുൾ ടൈം ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പാണ് ദുബൈയിൽ വന്നത്. ഞാൻ ഇവിടെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വന്നു. വീക്കെൻഡ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്തു, ഒരുപാട് കൊളാപ്സ് ചെയ്തു, ഒരുപാട് ഫ്രീ ഷൂട്ട്സ് ചെയ്തു. അതിനുശേഷം നമ്മൾ പെയ്ഡ് വർക്ക്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് നമ്മൾ മാർക്കറ്റിനെ പറ്റി നല്ലപോലെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരു 1 മന്തിന് മുന്നെയാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങിയത്. വണ്ടി ഈ വണ്ടികളൊക്കെ എങ്ങനെ വാങ്ങി? ഈ ഫോട്ടോഗ്രാഫി കൊണ്ട് മാത്രമാണോ വാങ്ങി? അല്ല, ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത് മാത്രം വാങ്ങിയത് വണ്ടികളല്ല. എനിക്കിവിടെ നല്ലൊരു കോർപ്പറേറ്റ് കമ്പനി, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഏണിങ്സ് പോലെയാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി ചെയ്തത്. അങ്ങനെ വാങ്ങിച്ചാണ് ഡോഡ്ജ്, അങ്ങനെ വാങ്ങിച്ചാണ് ഫോർച്യൂണർ, നാട്ടിൽ എനിക്കൊരു ജീപ്പ് ഉണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഞാൻ നാട്ടിൽ ഒരു ഫുഡ് ഡെലിവറി ബോയ് ആയിരുന്നു. അപ്പം നാട്ടിലൂടെ ഞാൻ ഈ ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ജീപ്പ് റോഡിൽ കൂടെ പോകുന്ന കണ്ടിട്ട് അന്ന് ഞാൻ എൻ്റെ മൈൻഡിൽ ഉറപ്പിച്ചാണ് എനിക്ക് ഈ വണ്ടി വാങ്ങിക്കണം. അന്നത് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതോ എനിക്ക് ഒരു ഉറപ്പില്ല. കാരണം അന്ന് തന്നെ ആ വണ്ടിക്ക് വില 30 lakhs മുകളിലാണ്. ആ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇവിടെ വന്നു, വർക്ക് ചെയ്തു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അതിൽ നിന്ന് വാശിയുടെ പുറത്ത് മേടിച്ചൊരു വണ്ടിയാണ് ജീപ്പ്. അപ്പോൾ ലാസ്റ്റായിട്ട് എനിക്ക് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ദുബായ് നല്ലൊരു മാർക്കറ്റാണ്. നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളും എല്ലാം പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ഒരു സമയത്ത് ഞാനും ഫീൽഡ് ഔട്ട് ആവും. പുതിയ ഫോട്ടോഗ്രാഫേഴ്സ് വരണം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കണം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ജസ്റ്റ് ടൈം എടുത്ത് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് പഠിച്ചിട്ട് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജസ്റ്റ് ഒരു വലിയൊരു സ്ട്രഗിൾ ആയി മാറും.